തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ബിജെപി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണിത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും സ്ക്രൂട്ടിനിയും കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. 5 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ട്. ആകെ 89.5% സ്ഥലങ്ങളിൽ BJP, NDA സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ 19,871 പേർ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. 19,871 പേർ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. കേരളത്തിൽ ഒരു ചിഹ്നം, ആ ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ്. കാലാകാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നിർത്തുന്ന കാര്യത്തിൽ 89.5% സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് BJPയുടെ ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടം ഞങ്ങൾക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. നഗരസഭകളിൽ 99% സ്ഥാനാർത്ഥികളെ BJP NDA സഖ്യം നിർത്തിക്കഴിഞ്ഞു. ബ്ലോക്കിൽ 93% സ്ഥാനാർത്ഥികൾ BJP NDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സരരംഗത്തുണ്ട്. ചില BJPയോട് കരുതലും ഉത്കണ്ഠയുമുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം 8,000 സീറ്റിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, 10,000 സീറ്റിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ വച്ച് തട്ടുന്നത് കണ്ടു. അങ്ങനെയുള്ള ഞങ്ങളോട് കരുതൽ കാണിക്കുന്ന ആ മാധ്യമങ്ങൾ ഈ വസ്തുതയും കൂടെ ഒന്ന് അടുത്ത ദിവസങ്ങൾ പറഞ്ഞാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഞങ്ങൾക്കുണ്ട്. CPMന്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിൽ വിതരണം ചെയ്യുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ബഹുമാനപ്പെട്ട കേരള ഇലക്ഷൻ കമ്മീഷനോട് BJP ആവശ്യപ്പെടുന്നു, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പെൻഷൻ പദ്ധതിയുടെ പേരിൽ CPM ഫോമുകൾ വിതരണം ചെയ്യുന്ന രീതി ചട്ടലംഘനമായിട്ട് കണ്ട് CPMനെതിരെ അതിനെക്കുറിച്ച് പരാതി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ അയോഗ്യനാക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കാൻ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പരാജയ ഭീതി മൂലം CPM എല്ലാ വിധത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിലുള്ള കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ CPM ചെയ്യുന്ന മറ്റൊരു കുതന്ത്രം ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ യോഗങ്ങൾ വാർഡടിസ്ഥാനത്തിൽ ഒരുമിച്ച് വിളിക്കലാണ്. ഞങ്ങൾക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത്, കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അങ്ങയുടെ കുടുംബ സ്വത്തിൽ നിന്നല്ല. കേരളത്തിലെ ക്ഷേമ പെൻഷൻ അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെയോ ഔദാര്യവുമല്ല. അത് അർഹരായിട്ടുള്ള പാവങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കഴിഞ്ഞ 5 മാസമായിട്ട് വൈകിപ്പിച്ച് അവരെ ദ്രോഹിക്കാവുന്ന എല്ലാ ദ്രോഹവും ചെയ്ത് അവരുടെ സമരത്തെ പോലും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവരെ പിച്ചച്ചട്ടി എടുപ്പിച്ച പിണറായി വിജയൻ ഇപ്പോ ക്ഷേമ പെൻഷന്റെ പേരിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ സത്വരമായിട്ടുള്ള ശ്രദ്ധയും നടപടിയും ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഉണ്ടാകണം. ഇത്തരത്തിൽ ജനങ്ങളെ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും, ഭരണ സംവിധാനം ഉപയോഗിച്ച് വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും അതിലൂടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിമതന്മാരുടെ വലയിലാണ്.
തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ CPM-ന്റെ വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു. 6-7 വിമത സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് തന്നെ CPM-നുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. കോൺഗ്രസിനും 4-5 വിമത സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ സ്വന്തം സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ വിമത സ്ഥാനാർത്ഥികളെയും സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തുല്യമായിട്ടുള്ള വിമത സ്ഥാനാർത്ഥികൾ പലയിടത്തും CPM-നും കോൺഗ്രസിനുമുണ്ട്. വിമത ഭീഷണി ഈ രണ്ട് മുന്നണികളെയും കാര്യമായിട്ട് ബാധിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി NDA ഒരച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരച്ചടക്കമുള്ള മുന്നണി എന്ന നിലയിൽ വിമത ശല്യം ലവലേശമില്ലാത്ത എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചു. വിമത ശല്യമില്ലാത്ത ഒരു മുന്നണിയായിട്ടും രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ സാധിച്ചു എന്നുള്ളതും ഞങ്ങളുടെ ഒരു അഭിമാന നേട്ടമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി NDA-യും കണക്കാക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയരുന്ന മറ്റൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഴിഞ്ഞാട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിവസ്ത്രയാക്കി നിർത്തിയിരിക്കുകയാണ്. അവരുടെ കോൺഗ്രസിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി മുതൽ KPCC നേതാക്കന്മാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്, ഭയചകിതരായിട്ടിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ വിവസ്ത്രമാക്കി നിർത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി പോലും KC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയക്കുന്നത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ തങ്ങളുടെ കള്ളക്കളികളും അതോടൊപ്പം തന്നെ പുറംപൂച്ചും പുറത്തു വരുമെന്നുള്ള ഭയമാണ് KC വേണുഗോപാലും VD സതീശനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഇന്ന് ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമെന്ന് തോന്നിയാൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേസെടുക്കാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആവർത്തിച്ച് അവരുടെ ഫോൺ സംഭാഷണവും ചാറ്റിങ്ങും പുറത്തു വിട്ടിട്ടും ഇതുവരെ സുവമോട്ടോ കേസെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് കേരള സമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുകയാണോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി വടിയടച്ച് പിണ്ടം വയ്ക്കാൻ ഇവിടത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകും. അയാളെ ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകും. കേസെടുത്ത് ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകും. കേരളത്തിലെ പൊതുപ്രവർത്തന സംസ്കാരത്തിന് മുഴുവൻ അപമാനമാണ് ഈ കോൺഗ്രസ് നേതാവ് MLA-യുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. അയാളെ ഇങ്ങനെ അഴിച്ചുവിടാൻ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ 4000, 6000, 8000 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ CPM കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. CPM 15,000-ന് മുകളിൽ സ്ഥാനങ്ങളിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും 15,000-ന് മുകളിൽ സ്ഥാനങ്ങളിലേ മത്സരിക്കുന്നുള്ളൂ. ഞങ്ങൾ മാത്രം 19,871 സ്ഥലങ്ങളിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങൾ ഉണ്ടാകാം, അത് ഞങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഈ കേരളം കഴിഞ്ഞ 70 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് പാർട്ടിയുടെ സംഘടനാ സംവിധാനം, ഇവിടെ പല മാധ്യമങ്ങളും എന്താണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തള്ളി മറിക്കുന്നത്? 8,000 സീറ്റിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, 10,000, അത് കുറച്ചുകൂടെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വഴി 10,000 സീറ്റിൽ സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾ കേരളത്തിലെ BJPയുടെ ചരിത്രത്തിലെ റെക്കോർഡ് മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട്. ഇതിനെക്കുറിച്ചും വസ്തുതകൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് അറിയിക്കണ്ടേ? ഇനിയിപ്പോ 2,000 സ്ഥലത്ത് കൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താം.
അത് ചില മാധ്യമ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ്. അത് മാധ്യമ സുഹൃത്തുക്കളുടെ ആഗ്രഹവും BJP-യുടെ ആഗ്രഹവും ഒന്നായിട്ട് വരുന്നത് ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ചില സ്ഥലത്ത് ചില ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇന്നലത്തോടുകൂടി സംസാരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലരെയും കൂടെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് വരുന്ന 1-2 ദിവസങ്ങളിൽ അവരെ സൈലന്റ് ആക്കാനോ അല്ലെങ്കിൽ അവരെ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നാമമാത്രമാണ്, ഒറ്റപ്പെട്ടതാണ്. പക്ഷേ കേരളം ഭരിക്കുന്ന ഇവിടെ ഉരുക്ക് മുഷ്ടിയും ഉരുക്ക് മറയും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന CPM-ന് ഈ കേരളത്തിൽ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ, ബ്യൂറോ ചീഫ് ഉൾപ്പെടെയുള്ളവർ വിമത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന CPM-ന്റെ അവസ്ഥയെ ഓർത്ത് നമുക്ക് കരയാം. BJP-ക്ക് ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവമുണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ചോളാം. കോർപ്പറേഷനുകളിൽ 99% സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി, 1% സ്ഥലത്ത് 2 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയില്ല. അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. ശരിയാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, കേരളത്തിൽ 19,000 താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. CPM-ന് കണ്ടുപിടിക്കേണ്ടതിനേക്കാൾ ഏകദേശം 50% സ്ഥാനാർത്ഥികൾ BJP-ക്ക് കണ്ടുപിടിക്കണം. കേരളത്തിൽ കോൺഗ്രസിന് കണ്ടുപിടിക്കേണ്ടതിനേക്കാൾ 50%-ലേറെ സ്ഥാനാർത്ഥികൾ BJP കണ്ടുപിടിക്കണം. അവർക്ക് 15,000 സ്ഥലത്ത് മത്സരിച്ചാൽ മതി. ഞങ്ങൾക്ക് 19,000, 20,000 സ്ഥലത്ത് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിപ്പിക്കണം. അത് ഞങ്ങൾക്ക് മത്സരിപ്പിച്ചു എന്നാ പറഞ്ഞത്. 20,065 സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ മത്സരിപ്പിച്ചു. 21,065 സ്ഥലം 20% വോട്ട് വിഹിതം അല്ലെങ്കിൽ അത്രയും വോട്ട് കിട്ടുന്ന പ്രതീക്ഷയാണ് അമിത്ഷാ അടക്കമുള്ളത് പങ്കുവയ്ക്കുന്നത്. അതിലേക്ക് എത്താൻ ഈ സ്ഥാപനം കഴിയും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ വയ്ക്കുന്ന ഓരോ ലക്ഷ്യവും നേടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 8 മാസമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോടും കേരള സമൂഹത്തിൻ്റെ മുന്നിലും എന്തൊക്കെയാണോ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു പോയത്, അത് ഈ സംഘടനയ്ക്കകത്തും പുറത്തും, ആ ലക്ഷ്യങ്ങൾ ഓരോന്നും സമയബന്ധിതമായിട്ട് നേടിക്കൊണ്ടാണ് പാർട്ടിയുടെ പ്രവർത്തനം. ഈ തെരഞ്ഞെടുപ്പിന് 10-16 ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും പാർട്ടി എത്തിയിരിക്കുന്നത് ഞങ്ങൾ വച്ചിരിക്കുന്ന ഓരോ ലക്ഷ്യവും ഞങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. BJP കേരളത്തിൽ എന്ത് നേടാനാണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ നേടും. കേരളത്തിൽ മുന്നേറുന്നത് കണ്ടാൽ ദഹിക്കാത്ത, സഹിക്കാത്ത ചുരുക്കുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും അനവസരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഇതിനൊന്നും ഉത്തരം പറയാൻ വേണ്ടിയല്ല BJP പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. BJP ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അല്ല, എൻ്റെ സുഹൃത്തെ 10,000 സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ അസുഖം? അവരുടെ അസുഖം എന്താ? 8,000 സ്ഥലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് കൊട്ടിഘോഷിച്ച് ഇപ്പോൾ രാവിലെ ഈ ന്യൂസ് കൊടുത്തവരുടെ അസുഖം എന്താ? ഇതാണ് ചുരുക്കെന്ന് പറയുന്നത്. ഈ പണി ചെയ്യുന്ന പത്രക്കാർ പാർട്ടിയുടെ ഔദ്യോഗികമായി അഭിമാനത്തോട് കേരളത്തിൽ വസ്തുതാപരമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി BJP കേരളത്തിൽ നേടിയ നേട്ടം അഭിമാനത്തോട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുമാതിരി 3ാംകിട മാർക്സിസ്റ്റുകാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ, SDPA-കാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ. അതിന് ഉത്തരം പറയും. അതിനിങ്ങനെയാണ് ഉത്തരം. മനസ്സിലായില്ലേ? അതിനിങ്ങനെയാണ് ഉത്തരം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നീതിപൂർവമാണ്, വസ്തുതാപരമാണ്. പാർട്ടിയെ വസ്തുതകൾ പറഞ്ഞിട്ട് പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് വിമർശിച്ചാൽ ഏത് രാഷ്ട്രീയ ചോദ്യത്തിനും ഉത്തരം പറയാൻ BJP-യുടെ ഒരു സാധാരണ പ്രവർത്തകനും സാധിക്കും. പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യമോ ആദർശത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും അതിനൊക്കെ ഉത്തരം പറയാൻ സാധിക്കും. പാർട്ടിയുടെ ഭരണ മികവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും ഉത്തരം പറയാൻ സാധിക്കും. പക്ഷേ നിക്ഷിപ്തമായ അജണ്ടയും ഗൂഢാലോചനയും കുതന്ത്രവും വച്ച് പാർട്ടിയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് അർഹിക്കുന്ന രീതിയിലേ ഉത്തരം തരാൻ സാധിക്കൂ. അത്രയേ ഉള്ളൂ.
വലിയ മുന്നേറ്റമാണ് BJP തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേടിയത്. അത് റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ചാറ്റ് വീണ്ടും പുറത്തു വന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസും മുഖ്യമന്ത്രി പിണറായി വിജയനും, അതായത് CPM നേതാക്കളൊക്കെ തന്നെ ഒത്തുകളിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്ത്രീ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത്. കൂടാതെ BJPയുടെ തിരുമല അനിലൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് 2 നേതാക്കളാണ് BJPയിൽ നിന്നും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുപടി പറയാതെ പത്രസമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് S. സുരേഷ് ചെയ്തത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.